എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് സംഭവിച്ചിട്ടുള്ള ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അവരെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷമം നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വയനാടിൻ്റെ വിഷയങ്ങൾ ചർച്ചയാകുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറയാം വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു കാര്യമായിട്ട് കണ്ടത് മുല്ലപ്പെരിയാർ ഡാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് വീണ്ടും ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ചോദ്യം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ പോലും നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ, അത് വലിയ പ്രശ്നമാവുമോ, അത് വന്നാൽ ഇതേപോലെയൊക്കെ നമ്മളും അനുഭവിക്കേണ്ടി വരില്ലേ, മുൻകരുതലുകൾ എടുക്കണ്ടേ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ഭീതി വ്യാപാരം അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയം അവിടെ ഒരു വലിയൊരു ഘടകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വിഷയം ഒന്ന് ചർച്ചയാക്കാം എന്ന് വിചാരിക്കുന്നതും അതിനു വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇന്ന് വീണ്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വളരെ മികച്ച രീതിയിൽ എക്സ്പ്ലനേഷൻസ് ആയിട്ടും അതിൻ്റെ ശാസ്ത്രീയമായ വിവരങ്ങൾ പങ്കുവെക്കുന്ന രീതിയിൽ നമുക്ക് എപ്പോഴും സഹായകമായിട്ടുള്ള നമ്മുടെ മുന്നേയും പല വിഷയങ്ങളും അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുമായിട്ടുള്ള പൗലോസ് തോമസ് ഇതിനു വേണ്ടി നമ്മളുടെ ഒപ്പം ഇന്ന് ചേരുന്നത്. അപ്പോൾ സ്വാഗതം പൗലോസ്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വയനാട് ദുരന്തം അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി തരണം നമുക്ക്. അതെന്തുകൊണ്ട് നമുക്ക് സംഭവിച്ചു, അതിൻ്റെ ആഘാതം എന്തുകൊണ്ട് വർദ്ധിച്ചു, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലേ, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ലേ ലാൻഡ് സ്ലൈഡ്സ് എന്നുള്ളൊരു വിഷയം അവിടെ ഒരു ചോദ്യമായിട്ട് വരുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് മുല്ലപ്പെരിയാർ ആ ഒരു ഡാമിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ നമ്മൾ എന്ത് തരത്തിലുള്ള ഒരു നിലപാടാണ് കൈക്കൊള്ളാൻ സാധിക്കുക, അത് ഏതായിരിക്കും നല്ലത് എന്നൊക്കെയാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്നും തുടങ്ങാം. അപ്പോൾ പറയൂ. യെസ്, വയനാടിന്റെ കേസിൽ നമ്മൾ ലാൻഡ് സ്ലൈഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ന്യൂസ് ചാനലുകളിലും അല്ലെങ്കിൽ പത്രങ്ങളിലെല്ലാം നമ്മൾ കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തകൾ പലതും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല വാർത്തകൾ കേൾക്കുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഇതിൽ ഏതാണ് റിയൽ റീസൺ, എന്താണ് എക്സാക്ട് റീസൺ, നമ്മളവിടെ മരങ്ങളെല്ലാം വെട്ടി മുറിച്ച് മാറ്റിയതാണോ, അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി ഉള്ള നമ്മൾ സ്ഥലം എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണോ, ക്വാറിയിങ് ആണോ, മൈനിങ് ആണോ, അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ ആണോ, ഇതൊക്കെ പല പല ഫാക്ടേഴ്സ് ഇങ്ങനെ കയറി വരുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് ഒക്കർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിയതല്ല വയനാട്ടിലത്തെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള റീസൺ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ പ്രകൃതി സ്നേഹികൾ എല്ലാവരും കൂടി ഓടി വന്ന് ഇതിൽ കരഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് ഫോർമേഷൻ, അതായത് മുമ്പും അങ്ങനെയാണെങ്കിൽ ഉണ്ടാവേണ്ടതല്ല ഇത്തരം മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് ഫോർമേഷൻസ്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് സഡൻലി ഇത് എവിടെ നിന്ന് പൊട്ടി മുളച്ചു എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നതിന്റെ റീസൺ മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് ഫോർമേഷൻ, അതിന്റെ റീസൺ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്, ആഗോളതാപനം. ഈ ഗ്ലോബൽ വാർമിംഗിന്റെ റീസൺ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ ആണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷന്റെ റീസൺ ചോദിക്കുമ്പോഴാണ് അവിടെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ റോള് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഒരു ഇൻഡയറക്റ്റ് കണക്ഷൻ ആണ് ഇതിലോട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് ഫോർമേഷൻ. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അത് ഫോം ചെയ്യുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ്. 2019 ശേഷമാണ് പ്രകടമായ രീതിയിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഒരു നോർത്തേൺ റീജിയനിൽ മാത്രം കണ്ടിരുന്ന ഇത്തരം ഇഷ്യൂസ് നമ്മൾ സദേൺ റീജിയനിലോട്ടും ഇത് വരുന്നു. അറബിക് കടലിൽ നിന്നും വരുന്ന കാറ്റ് ഈ മിനി ക്ലൗഡ് ബേഴ്സ്റ്റുകൾ ഫോം ചെയ്യാവുന്ന തരത്തിലുള്ള വെർട്ടിക്കൽ ക്യുമുലോ നിംബസ് ക്ലൗഡുകളൊക്കെ ഫോം ചെയ്യുന്ന തരത്തിൽ അത് മാറുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്
ഈ ഗ്ലോബൽ വാർമിംഗ് ആണ് ഇതിന്റെ അൾട്ടിമേറ്റ് റീസൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ക്ലൗഡ് ബേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയമായിട്ട് എപ്പോഴും പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ദുരന്തം ഉണ്ടായതിന് ശേഷം ഇത് ദൈവത്തിൻ്റെ പരീക്ഷണമാണ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വേറൊരു പ്രത്യേക ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പരീക്ഷണമാണ്, ശിക്ഷയാണ്. അതുകൂടാതെ ഇതിൽ അകപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ അവർ ഓൾറെഡി മോക്ഷം പ്രാപിച്ചു, സ്വർഗത്തിലെത്തി എന്ന് വരെ പറയുന്നു. അപ്പോൾ ഇത് ശിക്ഷ അതുപോലെ പരീക്ഷണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എലമെൻ്റ് ഉണ്ട്. അത് ഈ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം. അതായത് ഇപ്പോൾ പലതരത്തിലുള്ള ദുരന്തങ്ങൾ ലോകത്ത് നടക്കുന്നു. ഇപ്പോൾ ഭൂകമ്പങ്ങൾ, സൈക്ലോൺസ്, അതുകൂടാതെ അഗ്നിപർവ്വതം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ ഏത് തന്നെ എടുത്തു കഴിഞ്ഞാലും മനുഷ്യൻ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അതിന് സാധിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന ആൾനാശവും ഇപ്പോഴതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആൾനാശവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൾനാശം കുറഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതിനൊരു വലിയ ഉദാഹരണമാണ് നമ്മളുടെ ഒഡീഷയിൽ സംഭവിക്കാറുള്ള കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഒരു ആഗോള മോഡലായിട്ട് തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് അത് പ്രെഡിക്റ്റബിൾ അല്ലേ? അത് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അതിനുള്ള ടെക്നോളജീസ് എങ്ങനെയാണ് ഇന്ന സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യത അതുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ്, അതായത് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് പഠനം നടത്തി അവിടെ നമ്മൾ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മളുടെ വീഴ്ച വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അങ്ങനെ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഇത് ഗുജറാത്ത് തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പല സ്ഥലങ്ങളിലും ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് ആണ്. എസ്പെഷ്യലി കേരളം നോക്കിക്കഴിഞ്ഞാൽ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടേയിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെയെല്ലാം നമ്മൾ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെവി ടെക്നോളജി, അതായത് പലതരത്തിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലതരത്തിൽ നമ്മൾ ഈ പറയുന്ന സെൻസേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണിന്റെ അല്ലെങ്കിൽ ഡാംനെസ് അല്ലെങ്കിൽ മോയ്സ്ചർ, അവിടെ ഈ പറയുന്ന മിനി ക്ലൗഡ്സ് ബേർസ്റ്റുകൾ ഫോം ചെയ്യാനുള്ള സാധ്യത, കൃത്യമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ്, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഒത്ത് കൂടി അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വരുന്നത് നമുക്ക് പ്രോസസ് ചെയ്ത് എടുക്കാൻ സമയം എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഈ മിനി ക്ലൗഡ് ബേർസ് ഒക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാം വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ്. പലപ്പോഴും നമ്മൾ കളിയാക്കാറുണ്ട്, മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് എപ്പോഴും നമ്മൾ കളിയാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് മഴ പെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റെയിൻകോട്ട് ഇല്ലാതെ പുറത്തിറങ്ങാം എന്നുള്ള ധൈര്യത്തിലുള്ള നമ്മൾ പല രീതിയിൽ കളിയാക്കാറുണ്ട്. മഴ പെയ്യില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പിക്കാറുണ്ട്. പക്ഷെ അതാണ് മനസ്സിലാക്കേണ്ടത്, ഈ വെതർ ഫോർകാസ്റ്റിംഗ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി എന്നുള്ളതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടിയൊക്കെ സ്റ്റോംസ്, ടൊർണാഡോസ്, ഹറിക്കെയിൻസ്, അതിന്റെ പാത്തൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ US പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ടൊർണാഡോ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്റ്റോം വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ബട്ട് ഈ നമ്മൾ ഈ പറയുന്ന ലാൻഡ് സ്ലൈഡിന്റെ പ്രധാന കാരണം എന്ന് പറയുന്ന മിനി ക്ലൗഡ് ബേഴ്സ് ഫോർമേഷൻസ് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി, എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഈവൻ ദോ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്ത്, അതായത് ഇനിയുള്ള കാലത്ത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുക, ഇത്തരം വെർട്ടിക്കൽ ക്ലൗഡ്സ് ഫോം ചെയ്യാൻ, എവിടെയെല്ലാം ഫോം ചെയ്യാൻ, എവിടെയൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് അവിടെ നിന്ന് ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതെല്ലാം ദാറ്റ് ഈസ് ആ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ്. അപ്പോ അവിടെ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ നമുക്ക് 1 മണിക്കൂർ മുമ്പ് നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് തന്നെ ഇരിക്കുക. ജസ്റ്റ് ഇമാജിൻ, അതായത് 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആ 1 മണിക്കൂർ കൊണ്ട് എത്രമാത്രം നമുക്ക് വാൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇവിടെ മുണ്ടക്കൈ പോലെയുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങനത്തെ ഒരു സിസ്റ്റം വെച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഗാർഗിൾ റിപ്പോർട്ട് ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ചോദിക്കുന്നുണ്ട്, നമുക്ക് അവരെ രക്ഷിക്കാമായിരുന്നില്ലേ? ആൻസർ യെസ്, നമുക്ക് രക്ഷിക്കാമായിരുന്നു. പക്ഷെ അതൊരു ഐഡിയൽ റിപ്പോർട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമുക്ക് ടെക്നോളജി കൊണ്ടുവരാം, പക്ഷെ അതിന്റെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് അതിനെ മാത്രം നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇവാക്യുവേഷൻ നടപടികളിലോട്ട് നീങ്ങുമ്പോൾ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നാൽ ഒരാളെ രക്ഷിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരം മെത്തേഡുകൾ കൊണ്ടുവരേണ്ടത്. ഒരു സംശയം, ഇപ്പോൾ ഇവാക്യുവേഷൻ എന്ന് പറയുമ്പോൾ
ഇപ്പോൾ അഗ്നിപർവ്വതം അതിൻ്റെ ഒരു മേഖലയാണെന്നുണ്ടെങ്കിൽ ആരും അവിടെ പോയി താമസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അഗ്നിപർവ്വതം പൊട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരുന്നൊരു ആവശ്യകത, മീൻസ് ആ മലയുടെ ചെരുവിലൊന്നും ആരും എന്തായാലും പോയി താമസിക്കാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞ മാതിരി ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് ആണ് എന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുമല്ലോ. അതിന് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം നമുക്ക് ഇത് ലാൻഡ് സ്ലൈഡൊക്കെ വരുന്നതിന് മുന്നേ തന്നെ, വർഷങ്ങൾക്ക് മുന്നേ തന്നെ കിട്ടുന്നു എന്ന് വരുമ്പോൾ അത്തരം ഏരിയകൾ അത് മനസ്സിലാക്കി എന്താണ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്നൊക്കെയുള്ള രീതിയിൽ മനസ്സിലാക്കി അതിന് വേർതിരിച്ച് ഇപ്പോൾ നമ്മുടെ ഗാഡ്ഗിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ കസ്തൂരി റംഗൻ റിപ്പോർട്ടിലൊക്കെ പറയുന്ന മാതിരി അത്തരം സ്ഥലങ്ങളിൽ ജനവാസം ഒഴിവാക്കുക, സെറ്റിൽമെൻറ്റ്സ് ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്താൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതും പ്രഡിക്ഷൻ്റെ ഭാഗം തന്നെയല്ലേ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ദുരന്തം തന്നെ അതിന് മുന്നേ കൂട്ടി എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസം മുന്നേ അതുപോലെ അവിടെ ഒരു ഹ്യൂം സെൻറ്റർ എന്ന് പറയുന്ന ഒരു ലോക്കലി ഉള്ള ഒരു സെൻറ്റർ അവർ ഇതിൻ്റെ വിവരം കൈമാറിയതായിട്ടൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പോൾ ആളുകൾ അവിടെ താമസിക്കാതെ നോക്കേണ്ട ഒരു ബാധ്യതയും കൂടിയില്ലേ? അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നതിൽ ഒരു മേജർ പാർട്ട് ഷെയർ ചെയ്യുന്ന ഒരു പോർഷനും കൂടിയാണ് ഈ പറയുന്ന ഗട്ട്സിന്റെ ഒരു റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയയിലുള്ള ആൾക്കാരെ മൊത്തം ഒഴിപ്പിച്ച് കേരളത്തിന്റെ മിഡിൽ റീജിയൻ അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയനിലോട്ട് മാറ്റുക എന്ന് പറയുക, അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അത്രയും അധികം പോപ്പുലേഷൻ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ വയനാട് തന്നെ എടുത്തു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ ഹൈ ആണ്. അപ്പോൾ നമ്മൾ അവരെല്ലാം ഒഴിപ്പിച്ച് നമുക്ക് ഈ പറയുന്ന റീജിയനിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കൃത്യമായിട്ട് നമ്മുടെ ഡാറ്റ ഉപയോഗിച്ചിട്ട് മുമ്പ് ഈ ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇത്തരം മൺസൂൺ സീസണിൽ നമുക്ക് അവിടുത്തെ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു കൂടെ എന്നുള്ളൊരു ചോദ്യത്തിന്റെ ആൻസർ യെസ് തന്നെയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാലും യെസ് തന്നെയാണ്. പക്ഷെ അത് വളരെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അവിടുത്തെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി ലോക്കൽ അതോറിറ്റീസിനെ കൃത്യമായിട്ട് അത് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. നമ്മൾ അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു ഡിസിഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈസിയുള്ള ഒരു ടാസ്ക് അല്ല. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആ ലാൻഡ് ഏരിയയെ ബേസ് ചെയ്തിട്ടാണ്. അവരുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നതെല്ലാം അതിനെ ബേസ് ചെയ്താണ്. നമ്മൾ 2 മാസത്തേക്ക് അവരോട് മാറി താമസിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയി മാറില്ല. അപ്പൊ നമുക്ക് അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ലാൻഡ് സ്ലൈഡുകൾ ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുകയും അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നമുക്ക് വേണ്ടി വരും എന്നുള്ളതാണ് ഈ മിനിമം ഒരു കംപ്ലീറ്റ് ഇവാക്യുവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വലിയ ഒരു ടെക്നോളജി പ്രസന്റ്ലി നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന കാര്യം. എന്നിരുന്നാൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് ലാൻഡ് സ്ലൈഡ് ഒക്കർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്തായാലും മുൻകരുതലുകൾ എടുത്തു തുടങ്ങണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ മുണ്ടക്കയില് ലാൻഡ് സ്ലൈഡ് നടന്ന ആ മലയുടെ ബാക്ക് സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മൾട്ടിപ്പിൾ ലാൻഡ് സ്ലൈഡ്സ് ഒക്കർ ചെയ്തതിന്റെ എവിഡൻസ് നമുക്ക് ഗൂഗിൾ എർത്ത് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ ഇപ്പുറം സൈഡ് ഒരു ലാൻഡ് സ്ലൈഡ് വന്നപ്പോൾ തന്നെ ഇത്രയും സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും അവിടെ റിപ്പീറ്റ് ചെയ്യാം. കാരണം അതിന്റെ ആംഗിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ ചെരിവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സയന്റിഫിക്കലി പറയുന്ന 22-23 ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ട്. ഡിബേറ്റബിൾ ആണ്. അതിന്റെ മുകളിലുള്ള ഏത് സ്ലോപ്പും അപകടമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഫിസിക്സിലൊക്കെ വിളിക്കുന്ന ആംഗിൾ ഓഫ് റീപോസ്, ആംഗിൾ ഓഫ് സ്ലൈഡിംഗ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ പെർട്ടിക്കുലർ ആംഗിളിന് മുകളിൽ വരുന്ന ഏത് ചെരുവിലും താമസിക്കുന്ന ആൾക്കാർ മൺസൂൺ സീസണിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് വീണ്ടും ഇതുപോലെ റിപ്പോർട്ടുകളിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ കാര്യമില്ല. ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് റിപ്പോർട്ട് ഉണ്ടാക്കി അത് റിപ്പോർട്ട് ചവിറ്റുകൊട്ടയിൽ ഇടാനാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് എമർജൻസി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് രീതിയിൽ എടുക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി ഇപ്പോൾ ആളുകൾ ആലോചിക്കുന്നുണ്ടാവും, അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. പൗലോസ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാനുള്ള പൗലോസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമ്മളെ കാണികൾക്ക് വേണ്ടിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കേൾക്കാമോ പൗലോസ്? ബേസിക്കലി പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ കേൾക്കാം. പറഞ്ഞോളൂ. പറഞ്ഞോളൂ.
അവിടെ ഇന്റർനെറ്റ് സോ ബേസിക്കലി കണക്ടിവിറ്റി ഞാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ? ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ്. ഇല്ല എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ജാംഡ് ആവുന്നുണ്ട്. അതെ അല്ലെ, ഒരു ഡിലേ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ യാ. റൈറ്റ്. അപ്പൊ എന്തായാലും പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പം ക്ലിയറാണ്. യാ. ഓക്കെ. അപ്പോൾ എൻ്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത്, ബിരുദാനന്ദ ബിരുദം എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ്, എംടെക് എടുത്തിരിക്കുന്നത് അതിലാണ്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം, അതായത് പ്രോജക്റ്റ് വർക്കുകളെല്ലാം നടന്നിരിക്കുന്നത് എനർജി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിവിഷനിലാണ് നടത്തിയിരിക്കുന്ന. മെയിൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് അതിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ വരുന്ന ഈ എനർജി മാനേജ്മെന്റിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഇത്തരം ഹൈഡ്രോ ഇലക്ട്രിക് ആണെങ്കിലും ഈ പറയുന്ന തെർമൽ പവർ പ്ലാന്റ്സ് ആണെങ്കിലും ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലാണെങ്കിലും അതിലെല്ലാം നമ്മൾ പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം ഡാം കൺസ്ട്രക്ഷൻസ് പോലെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരു ചെറിയൊരു അറിവ് നമുക്ക് തീർച്ചയായിട്ടും വേണം. കാരണം ഇലക്ട്രിസിറ്റി ജനറേഷൻ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെർമൽ ഉണ്ട്, ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് സോളാർ, കുറച്ച് വിൻഡ് എന്നുള്ള രീതിയിലൊക്കെ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസും, പിന്നെ നമ്മൾ പുറത്തു നിന്ന് ഇലക്ട്രിസിറ്റി വാങ്ങുന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ഡാമുകളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന കമ്മീഷനിങ് ആൻഡ് ഡീകമ്മീഷനിങ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഐഡിയ വേണം എന്നുള്ളതാണ്. എസ്പെഷ്യലി ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയിട്ട് വീണ്ടും ചർച്ചകൾ, ഇത് എനിക്ക് തോന്നുന്നു എല്ലാ മൺസൂൺ സീസണിലും വരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ നിലനിൽപ്പ് എന്നുള്ളത്. വെള്ളപ്പൊക്കം തൊട്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളത്. അപ്പൊ അതിനെപ്പറ്റി തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്തേ മതിയാവും വിത്തിൻ ദ ലിമിറ്റഡ് ബാക്ക്ഗ്രൗണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ആ ഒരു മേഖലയിൽ എന്താണ് ഇത് പറയാനുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാനും അത് അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റിയ ഒരാളെ തപ്പി നടക്കുകയായിരുന്നു. അപ്പോഴാണ് യാദർശികമായിട്ട് നമ്മളത് കണക്ട് ചെയ്ത് വരുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടെക്നിക്സ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യം വന്നപ്പോൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇനി ഇവിടെ വയനാട് സംഭവിച്ചിട്ടുള്ള ആ സാഹചര്യങ്ങൾ, ആ ലാൻഡ് സ്ലൈഡിലേക്ക് കൊണ്ടെത്തിച്ച സാഹചര്യങ്ങൾ, സമാനമായ സാഹചര്യങ്ങൾ, അതായത് നിർത്താതെയുള്ള മഴ, ക്ലൗഡ് ബേഴ്സ്റ്റ് പോലെയുള്ള സാഹചര്യങ്ങൾ, അതും മുല്ലപ്പെരിയാറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഡാമിനെ ബാധിക്കുക എന്നുള്ളത് നിലവിലെ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് എന്താണ് പൗലോസിൻ്റെ ഒരു കാഴ്ചപ്പാട്? നമ്മുടെ കേരളത്തിന്റെ കേസിൽ നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഫാക്ടേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മഴ തന്നെയാണ്. തീർച്ചയായിട്ടും എർത്ത് അല്ല ഫസ്റ്റ് ഫാക്ടർ വരുന്നത്. തീർച്ചയായിട്ടും എർത്ത് വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ രണ്ടാമതാണെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് മഴയാണ്. മഴ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മഴ പെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് ഒരു എങ്ങനെ പോയാലും ഒരു ഡാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരു മാറ്റർ അല്ല. പക്ഷെ ഈ ഇന്റൻസ് ആയിട്ട് വളരെ ചെറിയ സമയത്തിന്റെ ഉള്ളിൽ പെയ്യുന്ന വളരെ ലാർജ് എമൗണ്ട് ഓഫ് റെയിൻ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ, ഒരു ആഴ്ചയ്ക്കുള്ളിൽ പെയ്യേണ്ട മഴ മൊത്തം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അപകടം അഥവാ ക്ലൗഡ് ബേഴ്സ്റ്റ്, ഇത് തന്നെയാണ് നമ്മൾ പേടിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം എർത്ത് അഥവാ ഭൂകമ്പത്തേക്കാളും തീർച്ചയായിട്ടും. കാരണം ഭൂകമ്പം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഒരു ടാർഗറ്റഡ് പ്ലേസ് അല്ല. കാരണം ഒരു റിച്ചർ സ്കെയിലിൽ ഒരു 6ന്റെ മുകളിൽ അല്ലെങ്കിൽ 6.5 6.5യുടെ മുകളിലൊക്കെ വരുന്ന സൈസമിക് ആക്ടിവിറ്റീസ് ആണ് ഡാമിനെ തീർച്ചയായിട്ടും ബാധിക്കുന്ന തരത്തിലോട്ട് അത് പോകുന്നത്. കേരളത്തിൽ അതിനേക്കാൾ താഴെയാണ് പൊതുവെ സൈസമിക് ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു തരത്തിൽ കേരളം സേഫ് ആണെന്ന് തന്നെ പറയാം. പക്ഷെ നമുക്കറിയാം ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് എല്ലാം നമ്മൾ നിരന്തരം നോക്കുമ്പോൾ വളരെയധികം സഡൻ ആയിട്ടുള്ള വേരിയേഷൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ സൈസമിക് ആക്ടിവിറ്റീസും ഇതിലോട്ട് കൊണ്ടേ ഇടുന്നത്. ഇടുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇടുക എന്നിട്ട് ആൾക്കാരെ പേടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് പോകുന്നത്. എന്നാൽ കുറച്ച് എർത്ത് ഇരുന്നോട്ടെ, കുറച്ച് മഴ ഇരുന്നോട്ടെ, അങ്ങനെ കുറച്ച് മരം വെട്ടൽ ഇരുന്നോട്ടെ, അങ്ങനെ എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ മുല്ലപ്പെരിയാർ ഒരു ടൈം ബോംബായി മാറും. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ടെൻഷൻ അടിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ് മുല്ലപ്പെരിയാർ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഈ പറയുന്ന എന്താണ് മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ അപകടത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും പ്രധാന കാരണം? ആൻസർ വളരെ സിമ്പിൾ ആണ്. ഇന്റൻസ് റെയിൻഫോൾ തന്നെയായിരിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. ആ ഒരു സംഗതിയെ മുൻകൂട്ടി കണ്ട് ഈ ഒരു അപകടം മിറ്റിഗേറ്റ് ചെയ്യാൻ
പാകത്തിന് എന്തെല്ലാം നടപടികളാണ് സത്യത്തിൽ ഈ ഡാമിന് വേണ്ടിയിട്ട് അവിടെ ചെയ്തിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് എന്താണ് അറിഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡാമിന്റെ അല്ലെങ്കിൽ ഒരു 1978 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുതിയ കരാറ് നമ്മൾ കേരളവും തമിഴ്നാടും തമ്മിൽ എഴുതിയത് ഒരു 78 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലും അതിൽ നമ്മൾ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസ് നമ്മൾ പലതരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒന്നും ഇരിക്കുമെന്നല്ല. നമ്മൾ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ടാന്നുള്ളതാണ്. നമ്മളിത് ആൾക്കാർ കേൾക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ പലതരത്തിൽ നമ്മൾ പല സമയങ്ങളിലായിട്ട് പല സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. അത് പില്ലേഴ്സ് 102ഓളം പില്ലേഴ്സ് ആണ് നമ്മൾ പുതിയതായിട്ട് അതിൽ കോൺക്രീറ്റ് കയറ്റി ഇറക്കി വെച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഫാക്ട്സ് ആണ്. തീർച്ചയായിട്ടും അത് കണ്ണിൽ പൊടിയിടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നല്ല. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് ഫാക്ട്സ് ആണ് ഈ പറയുന്ന, അല്ലെങ്കിൽ എക്സ്ട്രാ ഈ പറയുന്ന 102 പില്ലറുകളൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതുപോലെ അതിന്റെ വിഡ്ത്ത് നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്ന, നമ്മൾ ഈ 11th പഠിക്കുന്നതാണ് ഫ്ലൂയിഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നൊക്കെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ തന്നെ പഠിക്കുന്ന ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് ഫ്ലൂയിഡ് പ്രഷർ. അപ്പൊ ഡാമിന്റെ ആ വിഡ്ത്ത് എന്ന് പറയുന്ന അതിന്റെ സ്ട്രെങ്ത് അതിന് തീർച്ചയായിട്ടും ഒരു പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഈ 152 അടിയിലോട്ടൊക്കെ വെള്ളം പോകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന അതിന്റെ ഹൈറ്റ്, എത്രമാത്രം വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ടെൻഷൻ കുറഞ്ഞിരിക്കാം. ഒരു 136 അടിയിലോട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കാം. പക്ഷെ തമിഴ്നാട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 142 അടിയിലാണ്. കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് സുപ്രീം കോടതിയുടെ വിധിയുടെ ഇതിൽ തന്നെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 142 അടി കഴിഞ്ഞ് വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ അവർ നാച്ചുറലി അത് തീർച്ചയായിട്ടും അത് സ്പിൽവേസിൽ കൂടെയൊക്കെ അവർക്ക് ഒഴുക്കി വിട്ടേ തീരൂ. അപ്പോൾ അവർ മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറന്നു എന്ന് പറഞ്ഞ് നമ്മൾ അപ്പോഴത്തേക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഏജിങ് ഫാക്ടറാണ്. അതായത് മുല്ലപ്പെരിയാർ എന്നല്ല, ഏത് ഡാം ആണെങ്കിലും ഇത്ര കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സംശയമില്ലാത്ത കാര്യം. അതിപ്പോ നമ്മൾ മരുന്നാണെങ്കിൽ പോലും, നമ്മൾ ഭക്ഷണമാണെങ്കിൽ പോലും, ഇലക്ട്രോണിക് പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും, അതിന്റെ എക്സ്പയറി കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? അത് മാറ്റണം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ പൊത്തി കൊണ്ടുപോകുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യം, അത് പൊളിറ്റിക്കൽ ആയിരിക്കാം. പല ഫാക്ടേഴ്സ് അതിലോട്ട് വരുന്നുണ്ടാവാം. തീർച്ചയായിട്ടും പൊളിറ്റിക്കലി മാത്രം റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡീകമ്മീഷനിങ് പോലെയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇനി വെറുതെ ആളുകളെ ആകാംക്ഷയിൽ നിർത്തണ്ടല്ലോ. ഈ ഡാം എന്ത് ചെയ്യണമെന്നാണ് പൗലൂസിൻ്റെ ഒരു അഭിപ്രായം? അതായത് ഇതിൻ്റെ ഏജിനെ കുറിച്ചുള്ള ധാരണയുണ്ട്, ഇതിൻ്റെ സ്ട്രെങ്തനിങ് പലതും ചെയ്തു എന്ന് പറയുന്നു. ഏത് ഡാമായാലും അതൊരു കാലഘട്ടം കഴിഞ്ഞാൽ അതിനൊരു എക്സ്പയറി അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. ലോകത്ത് അങ്ങനെ ഡീകമ്മീഷൻ ചെയ്യുന്നത് ഒരു നിരന്തരം നടക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നു. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ട് ഇപ്പോൾ വേൾഡ് കമ്മീഷൻ ഓൺ ഡാംസ് അവർ പോലും ചില നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഡാം എന്ത് ചെയ്യണം? ഇതിങ്ങനെ നിർത്തണോ അത് അവസാനിപ്പിക്കണോ? ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സഡൻ ആൻസറിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവരൊക്കെ കമ്പയർ ചെയ്യുന്നത് യൂറോപ്യൻ ടെക്നിക്സ് അല്ലെങ്കിൽ US മെത്തേഡ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പൊതുവായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിന്റെ കാലാവധി കഴിഞ്ഞ് അവർ ഡീകമ്മീഷൻ ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ അതിൽ സിമെന്റ് ഇട്ട് ചേർത്ത് അത് പെയിന്റ് അടിച്ച് വെച്ച് തട്ടിക്കുട്ടി കുട്ടപ്പനായിട്ട് നിർത്തുന്ന പരിപാടി അല്ല അവർ ചെയ്യാറുള്ളത്. അവർ കൃത്യമായിട്ട് അത് ചർച്ചകളിൽ കൂടെയും അതിനനുസരിച്ച് എഞ്ചിനീയറിംഗ് മെത്തേഡുകളിൽ കൂടെയും അത് അവർ റിസോൾവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഡീകമ്മീഷനിങ് ആണ്. ഇതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഒരു ടൈം ബോംബ് മുല്ലപ്പെരിയാറാണെന്ന് അവരൊക്കെ എഴുതി വെക്കും. ഇത് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ സാധാരണക്കാർ വായിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെയും ഡീകമ്മീഷൻ ചെയ്യണ്ടേ? അപ്പൊ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന് കിട്ടുന്ന വെള്ളത്തിന്റെ അളവ്, അല്ലെങ്കിൽ പുതിയൊരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ തമിഴ്നാടുകാർക്കും ടെൻഷനാണ്. അപ്പൊ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിട്ടാൻ പോകുന്ന വെള്ളമാണോ മനുഷ്യന്റെ ജീവിതമാണോ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? അൾട്ടിമേറ്റ്ലി മനുഷ്യന്റെ ജീവിതം തന്നെയല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം വരാണെങ്കിൽ അവിടെ ആൻസർ വരുന്നത് ഈ ഡാമിൽ തീർച്ചയായിട്ടും ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോഴൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് പുതിയൊരു ഡാം ഈ പറയുന്ന എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയിൽ സഡൻലി നമുക്കൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ വലിയ തടസ്സങ്ങളുണ്ട്.
അപ്പൊ നമ്മൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെയാണെങ്കിൽ ഈ നിയമങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് നമുക്ക് സഡൻ ആയിട്ട് ഇത്രയും ലാർജ് മെഗാവാട്ട് അല്ലെങ്കിൽ എബിലിറ്റി ഉള്ള ഡാമുകൾ അതേ റീജിയനിൽ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പൊളിറ്റിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ആണ്. ഇതുകൊണ്ടൊക്കെയാണ് തമിഴ്നാട് ഇതിൽ നിന്ന് കുറച്ച് പുറകിലോട്ട് നിൽക്കുന്നത്. ഓൺ ദി അതർ സൈഡ് അവരുടെ എഞ്ചിനീയേഴ്സ് പറയുന്നത് ഇത് കൃത്യമായിട്ടും ഇത് സപ്പോർട്ട് ചെയ്യും, ഇത് സ്ട്രോങ് ആണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് പബ്ലിക്കിനെ അതിലോട്ട് അല്ലെങ്കിൽ ആ ഡാമിലോട്ട് കയറ്റി വിടുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നു. അല്ലെങ്കിൽ ഇപ്പോ ഈ റീസെന്റ് ഞാൻ കണ്ടത് ഈ ഗൂഗിൾ എർത്ത് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ് വഴി മുല്ലപ്പെരിയാർ ഡാം നോക്കുമ്പോൾ അതിൽ വളവ് കണ്ടു, ചെരിവ് കണ്ടു എന്നൊക്കെയാണ്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. കാരണം ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജിങ്ങിന്റെ ചില പ്രശ്നങ്ങളാണ്. അല്ലാണ്ട് നമ്മൾ ഇത്രയും മുകളിൽ നിന്നും 36,000 കിലോമീറ്റർ മുകളിൽ നിന്നൊരു GPS സാറ്റലൈറ്റ് ഉപയോഗിച്ച് എടുക്കുന്ന ഇമേജിൽ ഒരു വളവ്, പ്രകടമായ വളവ് കാണുന്നുണ്ടെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു വലിയൊരു വളവായിരിക്കണം. അത്രയും വലിയ വളവ് എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എപ്പോ പൊട്ടി എന്നുള്ള ചോദ്യമാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ഈ സാറ്റലൈറ്റ് ഇമേജിങ്ങിൽ കൂടെ കാണുന്ന ചെറിയ വളവ് അല്ലെങ്കിൽ അപ്പുറത്ത് ഇത് പോയി അത് പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാനിക് ആകരുത്. കാരണം അങ്ങനെ ഒരു ചെറിയ വളവ് സാറ്റലൈറ്റിൽ കൂടെ കാണുന്നുണ്ടെങ്കിൽ അത് റിയാലിറ്റിയിൽ അതൊരു വലിയൊരു വളവായിരിക്കണം. അപ്പൊ അത് ഇമേജിങ് ഇഷ്യൂസ് ആണ്. അപ്പോ അത് നിങ്ങൾ അതിൽ കണ്ടിട്ട് ടെൻഷൻ അടിക്കരുത് തന്നെയാണ്. അപ്പോ ലിറ്ററലി നമ്മൾ ആൻസറിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഘട്ടങ്ങളായിട്ട് വേണമെങ്കിൽ ഇതിനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാം. ടണൽ സൈസ് കൂട്ടിയിട്ടും അതിലൂടെ വെള്ളം കടത്തി വിടുന്നതിന്റെ റേറ്റ് ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്തിട്ടെല്ലാം നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താമെങ്കിലും അൾട്ടിമേറ്റ്ലി എക്സ്പയർഡ് ആയിട്ടുള്ള സാധനമാണ് എന്നുള്ളതാണ്. ഞാനിത് ഇതിൽ സൂചിപ്പിച്ചല്ലോ, ഇതൊരു പൊളിറ്റിക്കൽ ഒരു പ്രോബ്ലം ആയിട്ടാണ് നിലവിൽ നിൽക്കുന്നത്. ഒരു ശാസ്ത്രത്തിൻ്റെ പ്രശ്നമായിട്ടല്ല ഇവിടെ ഇപ്പോൾ അത് നിലനിൽക്കുന്നത്. കാരണം ഇത് ഡീകമ്മീഷൻ ചെയ്യാൻ ഒരു വിൽ പവർ ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ ഇവിടെ എമ്പാടുമുണ്ട്. പക്ഷേ ആ കാരണങ്ങളെ ബേസ് ചെയ്തിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ ഇവിടെ ഉള്ളത്. അതാണല്ലോ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു വിൽ പവർ ഉള്ള ഒരാൾ വന്നാൽ ഇത് പൊളിച്ച് കളയാൻ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ 2020 നമ്മളുടെ നാട്ടിലുള്ള പാർട്ടിയാണ് 2020 കിഴക്കമ്പലം. അവരുടെ ഒരു പ്രകടന പത്രിക അവർ പണ്ടൊരിക്കൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ അവർ പറഞ്ഞൊരു കാര്യമാണ്, അവർ ഭരണത്തിൽ വന്നാൽ, കേരളം ഭരിക്കുന്ന അവസ്ഥ വന്നാൽ അവർ ഈ മുല്ലപ്പെരിയാർ ഡാം അത് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള പണി അവിടെ എടുക്കും എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള വിൽ പവർ ഉണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇടതുപക്ഷത്തിന് അത് കാണുന്നില്ല, പല പല കാരണങ്ങൾ അവർ പറയുന്നു. എന്തായാലും അതില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്, ഇത് പേടിക്കാനേ ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് അതല്ല, ഞങ്ങളിത് ഒഴിവാക്കും, പുതിയ ഡാം പണിയും എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം കാരണങ്ങളാണ് ഇത് ഡീകമ്മീഷൻ ചെയ്യാനുള്ള വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ? ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറയുന്നതിന്റെ പ്രധാന റീസൺ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സിനെ ഓർത്തിട്ടാണ്. അപ്പോൾ നമുക്കത് ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെ വേണമെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പറയാം. ഒരു 4 ഡിസ്ട്രിക്റ്റുകൾ ഒറ്റയടിക്ക് ഒലിച്ചു പോകാം, അത് ഒരു തരത്തിൽ പറയാം. അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഹാമറിംഗ് പോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കേരളം മൊത്തത്തിൽ തന്നെ അപകടത്തിലാകുന്ന ഒരു സ്റ്റേജിൽ വരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു സിംഗിൾ ഡാം ഒരു കംപ്ലീറ്റ് സംസ്ഥാനത്തിനെ മൊത്തത്തിൽ വെള്ളത്തിലാക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഡാം പൊട്ടിയിട്ട് ഉള്ള അപകടങ്ങളെ പറ്റിയിട്ട് നമുക്ക് വലിയ ഡാറ്റ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിച്ച് കൂട്ടുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എറണാകുളവും തൃശ്ശൂരും ഈ പറയുന്ന ജില്ലകളിൽ ഒലിച്ചങ്ങോട്ട് പോകുന്നു, അത് കടലിലോട്ട് ചെന്ന് ചേരുന്ന സമയം പോകുന്ന പോക്കില് ബിൽഡിങ്ങുകളും കാറുകളും അല്ലെങ്കിൽ മൊത്തത്തിൽ കൊണ്ടുപോകുന്നു. ആ കടലിൽ ഫോം ചെയ്യുന്ന വാക്യൂം തിരിച്ച് കടലിനെ ഒരു പ്രകടമായ രീതിയിൽ തിരിച്ച് കടലിനെ വീണ്ടും കരയിലോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോൾ കേരളത്തിന് മൊത്തം ബാധിക്കുന്ന രീതിയിൽ അത് മാറുന്നു എന്നൊക്കെ നമുക്ക് കൊണ്ടുപോകാം. വേണമെങ്കിൽ ഈ പറയുന്ന എന്തെല്ലാം നമുക്ക് അതിലോട്ട് കൂട്ടിയിടാൻ പറ്റുമോ അതെല്ലാം നമുക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആകെ ടെൻഷനിലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ അങ്ങനെ നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഡീകമ്മീഷൻ ചെയ്യണം എന്നാണ് എല്ലാവരും പറയുക. കാരണം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ പേടിക്കും. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതൊരു ചോദ്യം, അതിന് നമുക്ക് ഡാറ്റ ഇല്ല എന്നുള്ളതാണ്. അത്തരം ഒരു ഡാറ്റ നമ്മൾ വരുന്നത് വരെ കാത്തിരിക്കണോ അതോ ഡീകമ്മീഷൻ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ എന്തായാലും ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഡീകമ്മീഷനിങ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ്, അതിൽ സംശയമൊന്നുമില്ല.
കാരണം നമ്മൾ അത് പൊടി തട്ടിയെടുത്ത് കുട്ടപ്പനാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് തീർച്ചയായിട്ടും അതിൽ അൾട്ടിമേറ്റ്ലി ഒരു കംപ്ലീറ്റ് ഡാമിനെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഈ പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പുതിയ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ വലിയ വെല്ലുവിളിയുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്ത് തന്നെ ഈ പവർ ജനറേഷൻ സിസ്റ്റംസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, തെർമൽ നോക്കുമ്പോൾ, ന്യൂക്ലിയർ നോക്കുമ്പോൾ, ഹൈഡ്രോ നോക്കുമ്പോൾ, ഏറ്റവും കൂടുതൽ മരണനിരക്ക്, അതായത് ഒരു പവർ പ്ലാന്റ് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ മരണനിരക്കും ഹൈഡ്രോ, തെർമലിനും അല്ല ന്യൂക്ലിയറിനും അല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇല്ലാത്ത മരണനിരക്ക് എങ്ങനെയാണ് ഹൈഡ്രോ പവർ പ്ലാന്റിനൊക്കെ വരുന്നതെന്ന് ചോദിച്ചു തെളിച്ച് നദി വ്യക്തമായിട്ട് വേറൊരു ഡയറക്ഷനിലോട്ട് മാറ്റി ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ മരണങ്ങൾ സംഭവിക്കാമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കൂടിയാണ്. അതായത് ഹൈഡ്രോ പവർ പ്ലാന്റ്സ് ബിൽഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മരണനിരക്കും, ഏറ്റവും കൂടുതൽ വീടുകൾ ആൾക്കാരുടെ ഇല്ലാതാകുന്നതും, ഏറ്റവും കൂടുതൽ ഹാബിറ്റാറ്റിനെ അത് ബാധിക്കുന്നതും, ഏറ്റവും കൂടുതൽ എക്കോളജി അത് ബാധിക്കുന്ന എല്ലാം ഒരു ഹൈഡ്രോ പവർ പ്ലാന്റ് വരുമ്പോഴാണ്. തെർമൽ പവർ പ്ലാന്റിലോ ന്യൂക്ലിയർ പവർ പ്ലാന്റിലോ ഈ ഇഷ്യൂസ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു സൈഡ് മാത്രം നമ്മൾ നോക്കിയിട്ട് നമ്മൾ പറയുമ്പോൾ ഇത് ഡീകമ്മീഷൻ ചെയ്യണം, നാളെ തന്നെ നിർത്തണം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കുറെ ഫാക്ടേഴ്സ് ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊന്ന് സമപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഡീകമ്മീഷൻ ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചെയ്യാനുള്ള റീസൺസ് അത് നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും അതിന് തടസ്സമാകുന്നത് പൊളിറ്റിക്കൽ റീസൺസ് ആണ്. മാത്രമല്ല ഇനി ഇതുപോലെ മെയിൻ്റനൻസ് ഒക്കെ നടത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുപോലെയുള്ള കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് ഇപ്പോൾ വാട്ടർ അതിൻ്റെ ആ ഒരു ആവശ്യത്തിനാണല്ലോ പ്രധാനമായിട്ടും ഇതിനിപ്പോൾ തമിഴ്നാട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് വേറെ വഴികൾ കണ്ടെത്തി കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുകൂടാതെ ഇനി പവർ ജനറേഷൻ അതിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിന് ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ്, ഇപ്പോൾ ന്യൂക്ലിയർ പവർ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ആ രീതിയിലേക്ക് പോകുമ്പോൾ അതിനെ നമുക്ക് മറികടക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇതിൻ്റെ ശാസ്ത്രീയമായ കാരണങ്ങളെക്കാൾ ഉപരി ഇതിൽ വിൽ പവർ, ഈ പൊളിറ്റിക്കൽ വിൽ പവർ തന്നെയാണ് ഇതിൻ്റെ പരിഹാരത്തിന് പോലും അവിടെ മുന്നിൽ വരേണ്ടത്. അത് വരുന്നില്ല എന്നതാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ഡീകമ്മീഷൻ ചെയ്യേണ്ടത് തന്നെയാണ് എന്നല്ലേ അപ്പോഴും പറഞ്ഞു വെക്കുന്നത്, ഇത്രയും പഴക്കമുള്ള ഒരു കാരണം കൊണ്ട്. അതാണ് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജിങ് ഫാക്ടർ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ഒറ്റ ആൻസറിലോട്ട് അത് എത്താം, ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളത്. എന്ന് വെച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഡീകമ്മീഷൻ ചെയ്തില്ലെങ്കിൽ മുല്ലപ്പെരിയാർ മൊത്തം പൊട്ടി സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന ജില്ലകളെ മൊത്തം അറബിക്കടലിൽ കൊണ്ട് എത്തിക്കും എന്നൊരു അർത്ഥമില്ല. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ആ വെള്ളത്തിന്റെ റിസോഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മുല്ലപ്പെരിയാറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. എനർജി അവിടെ ഒരു പ്രധാന ഫാക്ടർ അല്ല. കാരണം തമിഴ്നാടിന് തീർച്ചയായിട്ടും ന്യൂക്ലിയർ പവർ ഉണ്ട്. അപ്പോൾ എനർജിയിലോട്ട് പോവുകയാണെങ്കിൽ അത് വലിയൊരു കോൺട്രിബ്യൂഷൻ വഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കേരളത്തിനെ അപേക്ഷിച്ച് നമുക്ക് മുല്ലപ്പെരിയാറിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഇനി ആറ്റോമിക് പവറിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യാൻ പോവാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോബ്ലം മുല്ലപ്പെരിയാർ വഴി നമ്മളെ ബാധിക്കുന്നില്ല. എനർജി കിട്ടാത്തത് കൊണ്ടാണ് നമ്മളെ മുല്ലപ്പെരിയാർ പിടിച്ചു നിർത്തുന്നത്, അതൊന്നും ഇതിനെ ബന്ധപ്പെടുത്തുന്നതല്ല. തീർച്ചയായിട്ടും ന്യൂക്ലിയർ പവറിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യാൻ പോവാണ്. 440 മെഗാവാട്ടിന്റെ എനർജി ഒരു സംഭരണ ശേഷിയുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് നമ്മൾ വരുന്നതോടുകൂടി ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ഇതിന്റെ മെയിൻ പ്രോബ്ലം നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ ബോദർ ചെയ്യുന്നതെങ്കിൽ തമിഴ്നാട് ബോദർ ചെയ്യുന്നത് വെള്ളത്തിന്റെ അവൈലബിലിറ്റി ആണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. ഇത് പൊളിറ്റിക്കലി മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് മാത്രമേ എഞ്ചിനീയറിംഗ് അതിലോട്ട് ഇൻവോൾവ് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഇത് പൊട്ടുമെന്ന ഭയം അസ്ഥാനത്താണ്. തീർച്ചയായിട്ടും അതിൽ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. കാരണം നമ്മൾ പേടിക്കുന്നതും ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിന് അടുത്ത് താമസിക്കുന്നവരെല്ലാവരും പേടിക്കുന്നത് ഇത് പൊട്ടുമോ. ഇതിപ്പോ ഇന്ന് ഹിരോഷിമ ഡേയും കൂടിയാണ്. ഇത് പറയുമ്പോൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ അടുത്ത് പോയി നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ നാളെ ഇത് പൊട്ടോ മറ്റന്നാൾ ഇത് പൊട്ടോ എന്ന് ടെൻഷൻ അടിച്ച് അവിടുത്തെ സ്ഥലത്തിന്റെ വിലയൊക്കെ കുറയുകയും അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഇനിയിപ്പോ വരാൻ പോകുന്നത് ഇനി അതായിരിക്കും. തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അതായിരിക്കും. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് വെക്കുമ്പോൾ എവിടെ കൊണ്ടുപോയി വെക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ തൃശ്ശൂർ അതിരപ്പള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി ന്യൂക്ലിയർ പവർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും താമസിക്കുന്ന ആൾക്കാരൊക്കെ ടെൻഷൻ അടിക്കും. കാരണം ഇതെന്തെങ്കിലും പൊട്ടി അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ, ചെർണോബിൽ പോലെയുള്ള ദുരന്തം, ഫുക്കോഷിമ പോലെയുള്ള ദുരന്തങ്ങളൊക്കെ നമ്മൾ ഭാവിയിൽ കാണുമോ? ഇന്ന് ആരും അത് ചർച്ച ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ മഴക്കാലത്തിന്റെ സീസണാണ്. ഇതൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ നമുക്ക് ആറ്റോമിക് പവറും
ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ എല്ലാം നമുക്ക് ചർച്ചയായിട്ട് വരുന്നു എന്നുള്ളതാണ്. എവിടെ പോയി ആൾക്കാർ മാറി താമസിക്കും, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ റേഡിയേഷൻ എത്രയോ ആൾക്കാരെ കൊല്ലും. കാരണം അതിന് നമുക്ക് ഡാറ്റ ഉണ്ട്. കാരണം റഷ്യയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ജപ്പാനിൽ കൃത്യമായിട്ട് അവര് ആൾക്കാരെ ഒഴിപ്പിച്ചത് കൊണ്ട് മരണനിരക്ക് വളരെയധികം കുറഞ്ഞു. പക്ഷെ ന്യൂക്ലിയർ പവറും കംപ്ലീറ്റ്ലി സേഫ് ആണ്. അഥവാ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ഒരു എനർജി പ്രൊഡക്ഷൻ ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് തന്നെയാണ്. കൃത്യമായിട്ട് നമ്മൾ അതിന്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ട് മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലും ഭാവിയിൽ ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ടെൻഷനും വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു വിഷയത്തിലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ ഒന്നും കൂടി നമുക്കത് സമപ്പ് ചെയ്യാം. കാരണം നമ്മൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഒരു പ്രശ്നമാണ്. അതായത് നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വലിയ തോതിലുള്ള ഡാം വിരുദ്ധൻ, അതല്ലെങ്കിൽ അങ്ങനെ പല പേരുകളിലൊക്കെ അറിയപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചില ആളുകൾ ഇവിടെ കമൻ്റ് ഇടുന്നതായിട്ട് കണ്ടു, ക്ലിയർ ആവുന്നില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എൻജിനീയറിംഗ് വൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ സയൻസ് പ്രകാരം ഡാം അതിൻ്റെ സ്ട്രക്ചർ അതിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനുള്ള സ്ട്രെങ്തനിങ് നടത്തി എന്നുള്ളത് ഇവിടെ വെരിഫൈ ചെയ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നാളെ പൊട്ടും മറ്റന്നാൾ പൊട്ടും എന്ന രീതിയിലുള്ള ഭയം അത് അസ്ഥാനത്താണ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ സ്ട്രക്ചർ ഇങ്ങനെ ഒരു പഴക്കമുണ്ട്, 130 വർഷത്തോളം പഴക്കമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഏജിങ് ഫാക്ടർ നമ്മൾ പറയുന്നു. അതുകൂടാതെ മറ്റു തരത്തിലുള്ള ഭൂകമ്പം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്തുണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അവിടെ നമ്മളിവിടെ പറഞ്ഞു വെച്ച കാര്യം എന്താണ്, ഈ ഡാം നിലനിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഭൂകമ്പം അത് നമ്മൾ റിക്ടർ സ്കെയിലിൽ 6 അല്ലെങ്കിൽ 6.5 അതിന് മേലിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഭൂകമ്പ ബാധിത പ്രദേശത്തല്ല ഇത് നിലനിൽക്കുന്നത്. അതിൻ്റെ താഴെയാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ താഴെയുള്ള അത്തരം കാര്യങ്ങളെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കെൽപ്പ് ഈ ഡാമിനുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ പൊതുവെ അനുഭവപ്പെടുന്ന അത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഇത് ചെറുക്കും. അതിനുള്ള കഴിവ് ഇപ്പോഴും അതിനുണ്ട്. അതിന് പറ്റുന്ന തരത്തിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്നുള്ള പേടി വേണ്ട. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇതിൻ്റെ ഏറ്റവും ഭീഷണി ഉയർത്തുന്നത് ഭൂകമ്പത്തേക്കാൾ കൂടുതൽ ഈ പറയുന്ന ക്ലൗഡ് ബേഴ്സ്റ്റാണ്. അതായത് പെട്ടെന്നുള്ള മഴ, ഒരാഴ്ച പെയ്യേണ്ട മഴ ഒരു ദിവസം പെയ്താൽ എന്തുണ്ടാവും, അവിടെയാണ് ഈ പ്രശ്നം. അതായത് ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഡാം ഫെയിലിയേഴ്സ് അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും നടന്നിരിക്കുന്നത് ഡാം ഓവർഫ്ലോ ചെയ്തിട്ടുണ്ടാകുന്ന അപകടങ്ങളാണെന്നാണ് മനസ്സിലാവുന്നത്. അതായത് ഇത് സ്പില്ല് ചെയ്ത് പോവുക. അപ്പോൾ അത് ഇതിലും സംഭവിക്കാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ടണലുകൾ പണിതും അതുപോലെ ഇതിൻ്റെ സ്പിൽവേ കാര്യങ്ങൾ അതൊക്കെ വെച്ച് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ നോക്കുന്നത്. അപ്പോൾ പോലും ഈ മഴ നമുക്ക് അൺപ്രഡിക്റ്റബിളാണ്. അത് വന്നാൽ വലിയ പ്രശ്നം തന്നെയാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പാകത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ ലെവൽ കുറച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു വഴിയായിട്ട് പലപ്പോഴും പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ 142 അടി എന്നൊക്കെ പറയുന്നത് വീണ്ടും താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന മഴ അത് വന്നാലും അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അത് നിലനിർത്താൻ കഴിയും. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് ഡീകമ്മീഷൻ ചെയ്യുന്നത് വരേക്കും ഈ ക്ലൗഡ് ബേഴ്സ്റ്റ് പോലെയുള്ള വിഷയങ്ങൾ മുൻകൂട്ടി കണ്ട് അതിനെ തടയാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടർ ലെവൽ കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. അത് ഇവിടെ പലപ്പോഴും പറയുന്നതായിട്ട് കേൾക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാണുന്നില്ല. കേരളം അത് കുറയ്ക്കാൻ പറയും, തമിഴ്നാട് അത് കൂട്ടാൻ പറയും. സുപ്രീം കോർട്ട് പോലും അത് 142-ൽ നിർത്തുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ പറഞ്ഞു വന്നത് ശാസ്ത്രീയമായ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പൊട്ടും എന്ന ഭയം അത് അസ്ഥാനത്താണെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ആ ഭയം വീണ്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് ചില വഴികൾ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇനി ഈ ഭയം ആളുകൾക്കുണ്ടല്ലോ, അതിനെ സോൾവ് ചെയ്യാനുള്ള വഴി എന്താണ്? അത് ഡീകമ്മീഷൻ തന്നെയാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇതിലെ ഏജ് എന്ന് പറയുന്ന ഫാക്ടർ. ഇത് വയസ്സായ ഡാമാണ്. അപ്പോൾ അത് തീരുമാനം എടുക്കേണ്ടത് പൊളിറ്റിക്കലിയാണ്. അതൊരു സാധനം നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നുള്ള സാധനം വ്യക്തമായിട്ട് അതിനകത്ത് കണ്ടാലും അതെടുത്ത് കളയണോ വേണ്ടയോ എന്ന് വീട്ടിൽ വാപ്പ തീരുമാനിക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഡാമിൻ്റെ അവസ്ഥ. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ വാപ്പമാർ വിചാരിക്കണം ഈ ഡാം എന്ത് ചെയ്യണം എന്നുള്ളത്. അതിനൊരു പൊളിറ്റിക്കൽ സമവായം കണ്ടെത്താൻ ഇവിടെ സാധിക്കുന്നില്ല.
അവിടെയാണ് ഈ ജനങ്ങളുടെ ഭീതി കൂടുതൽ മുതലെടുത്ത് അത് വോട്ടാക്കാൻ വരെ ആവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ ഇന്നിപ്പോൾ കൊണ്ടുപോകുന്നത്. അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളുകൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അത് നാട്ടുകാർക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഏത് പൊളിറ്റിക്കൽ പാർട്ടി വന്നു കഴിഞ്ഞാലും ഞാൻ പറയും, ഇപ്പോൾ ഒറ്റവാക്കി പറഞ്ഞ അടുത്ത മുഖ്യമന്ത്രി ഇപ്പം ഞാനാണ് ആവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതിൻ്റെ സമയമായിട്ടുണ്ട്, ഇത് ഡീകമ്മീഷൻ ചെയ്തിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡാം മറ്റന്നാൾ പൊട്ടും എന്നുള്ളതിൻ്റെ പേരിലല്ല, ആ ഭയം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ടൈം ബോംബായിട്ട് അവിടെ നിലനിർത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണ്. അത് നമ്മൾ വീണ്ടും വെച്ച് അത് ഇനി വയറിളക്കം ഉണ്ടാവോ ഇല്ലേ എന്നിങ്ങനെ ചിന്തിച്ച് പേടിച്ച് നടക്കേണ്ട കാര്യമില്ല എന്ന തലത്തിൽ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ വിൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ എളുപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ കാരണങ്ങളും ഇതിനോടകം ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി ഇതിൽ കൂടുതൽ ഇത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. ഇനി ഇത് പറയുന്ന സമയത്ത് ഇതിലൊരു പ്രധാനപ്പെട്ട വശമുണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതായത് ഇപ്പോൾ വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ നമ്മളവിടെ പറഞ്ഞു ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ആണ് അതിൻ്റെ ഒരു പ്രധാന ഒരു കാരണമായിട്ട് പറഞ്ഞു വന്നത്. അതായത് അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടിയ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഡാമിൻ്റെയും ഒരു ഡൗൺ സ്ട്രീമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് എങ്ങനെ നമുക്ക് കാണാൻ കഴിയും? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എത്രത്തോളം അവിടെ ഫലപ്രാപ്തി കണ്ടെത്താൻ കഴിയും? നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാലും നമ്മൾ പേടിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഈ ഈ ആറ്റം ബോംബിനേക്കാളും വലുത് ഹൈഡ്രജൻ ബോംബാണെന്ന് പറയുന്ന പോലെ അപ്പുറത്ത് ഇടുക്കി ഡാം ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഇടുക്കി ഡാം എത്രത്തോളം ഈ വെള്ളത്തിന് ചെറുത്തു നിൽക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സ് അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിന് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമിനെ അത് ബാധിക്കാനുള്ള പ്രോബബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ അത് കൂടുതലായിട്ട് കാണും. ഇടുക്കി ഡാം പൊട്ടുമ്പോഴാണ് ഈ മുമ്പ് പറഞ്ഞ അല്ലെങ്കിൽ ഈ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഡാമിന്റെ സ്ട്രെങ്തനിങ് ഒരു സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നത് ഇത്തരം ക്ലൗഡ് ബേഴ്സ്റ്റുകൾ ഫോം ചെയ്യാതിരുത്തുക അല്ലെങ്കിൽ ഇത്തരം സഡൻ ആയിട്ട് വരുന്ന മഴ ഫോം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് സൊല്യൂഷൻസ് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്ന പല സ്ഥലങ്ങളിലും സഡൻ ആയിട്ട് വരുന്ന റെയിൻഫോൾ ഒഴിവാക്കാനുള്ള പലതരത്തിൽ അവര് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രോണിൽ ഈ പറയുന്ന നമ്മൾ ഡ്രോൺ എന്താന്ന് നമുക്കറിയാം. ഡ്രോൺ നേരെ മുകളിലോട്ട് പോയിട്ട് ഈ വെർട്ടിക്കൽ ക്ലൗഡ് ഫോർമേഷൻ ഒഴിവാക്കുന്ന തരത്തിൽ ക്ലൗഡ് സീഡിങ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ റിസർച്ച് ബേസിസിൽ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കട്ടി കൂടിയ ക്ലൗഡ് ഫോം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് കണ്ടൻസ് ചെയ്ത് വെള്ളമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെവി ഡൗൺ പോർ എന്നുള്ളത് അവിടെ കുറയാണ്. അപ്പോൾ ഇത്തരം ക്ലൗഡ് ബേഴ്സുകൾ അതിൽ നിന്ന് ഒഴിവാക്കുന്നു. അപ്പൊ നമുക്കും ഇതുപോലെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്, അതായത് ഇനി വരുന്ന എഞ്ചിനീയറിംഗ് കുട്ടികളെല്ലാം നമ്മൾ ഈ AI കമ്പ്യൂട്ടർ സയൻസും പഠിക്കുന്നതിനോടൊപ്പം പ്രോജക്റ്റ് ആയിട്ട് ചിന്തിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. എനർജി മാനേജ്മെന്റും വേസ്റ്റ് മാനേജ്മെന്റും അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ എത്രമാത്രം അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് അവർ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മുടെ നാടിനെ ഇപ്പോ ശിരൂര് നടന്നിട്ടുള്ള ലാൻഡ് സ്ലൈഡിന്റെ കേസ് ആണെങ്കിലും അർജുനെ മിസ്സിംഗ് ആയപ്പോൾ എത്ര ടെക്നോളജി നമ്മൾ അവിടെ കൊണ്ടുവന്നു, എന്നിട്ട് പോലും നമുക്ക് അദ്ദേഹത്തിന്റെ ലോറി കണ്ടുപിടിക്കാൻ പോലും സാധിച്ചില്ല. അല്ലെങ്കിൽ ആ 3 പേരുടെ നമുക്ക് എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ എത്രമാത്രം ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സിസ്റ്റം കൊണ്ടുവന്നിട്ടും സോണാർ കൊണ്ടുവന്നിട്ടും GPS കൊണ്ടുവന്നിട്ടൊന്നും നമുക്ക് അതിന്റെ ഒരു തരിമ്പ് പോലും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. എവിടെയോ ലോറി കാണാനുള്ള സാധ്യത ഉണ്ടെന്നെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ടെക്നോളജിക്കും ലിമിറ്റുകൾ ഉണ്ട്. കാരണം അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജി അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കണം. അത് ഗവൺമെന്റ് തലത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാണ്ട് കോളേജ് തലത്തിൽ നിന്ന് കുട്ടികളല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു വിഷയത്തിൽ ക്ലാരിറ്റി വരുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷ. കാരണം ഇനിയും ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ട് ആളുകളുടെ ആ ഭയം അത് അവിടെ കൂടുതൽ ബലപ്പെടുന്ന രീതിയിൽ രാഷ്ട്രീയം
ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആവണം ഇപ്പോൾ 2020 പോലെയുള്ള ആളുകൾ ഇതൊരു അവരുടെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ആക്കി മാറ്റി കഴിയുമ്പോൾ മറ്റു പാർട്ടികൾക്കും അത് എടുക്കാതെ നിവൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയും കൂടി ഇവിടെ വരാനുണ്ട്. അപ്പോൾ ആ ചർച്ച ആ വഴിക്ക് അങ്ങ് പോട്ടെ എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു കാര്യമുണ്ട്, ഈ ഡൗൺ സ്ട്രീമിലുള്ള ആളുകളുടെ പ്രസൻസ് എന്ന് പറയുന്നത് അത് വലിയ തോതിൽ അഫക്റ്റഡ് ആവുന്നൊരു വിഷയമല്ലേ? അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ നമ്മൾ മുണ്ടക്കയിൽ കണ്ടത്. മുണ്ടക്കൈ അല്ലെങ്കിൽ ഈ ചൂരൽമല പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആ ഡൗൺ സ്ട്രീമിലെ ആൾക്കാരുടെ തിങ്ങിപ്പാർപ്പ് കാരണം ഉണ്ടാകുന്ന വലിയ തോതിലുള്ള അപകടം നമുക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഇത് പ്രശ്നം മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗൺ സ്ട്രീം അപ് സ്ട്രീം ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. കാരണം അവിടെ പിന്നെ ഒരു കംപ്ലീറ്റ് സോൺ എന്ന് പറയുന്ന ഒരു ഡേഞ്ചർ സോണാണ്. അത് ഏതൊക്കെ ജില്ലകൾ വരെ ഇതിന്റെ ഒരു ഡേഞ്ചർ സോണിൽ പെടും എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. അപ്പൊ നമുക്ക് അവിടെ പ്രശ്നം ഇത് ഡാം പൊട്ടിയാലുള്ള പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീം എന്നുള്ളത് അവിടെ പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട പോയിന്റ് പോലും ആവില്ല എന്നുള്ളതാണ്. കാരണം വരുന്ന വഴിക്ക് ആ ഒരു എൻ്റെ റീജിയൻ അത് കവർ ചെയ്ത് ആൾക്കാരെ കൊണ്ടുപോകുന്നുള്ളതാണ്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ഈസ്, ഇത് പൊട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം എക്സ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് തന്നെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തി പൊളിറ്റിക്കൽ ഡിസിഷൻസിലോട്ട് എത്തുകയും അത് ഡീകമ്മീഷൻ ചെയ്ത് വേണമെങ്കിൽ സെക്കൻഡറി ഡാമുകൾ ഫോം ചെയ്യുകയും ഈ സെക്കൻഡറി ഡാം ഇതുപോലെയുള്ള സംഭരണശേഷി കൊണ്ടുവരികയും അത് കാരണം ഈ പറയുന്ന പുഴ തിരിച്ചുവിടുകയും അതുപോലെ തന്നെ തമിഴ്നാടിന് വെള്ളം കിട്ടുന്ന രീതിയിൽ അവരെ നമ്മൾ മറക്കരുത്. തീർച്ചയായിട്ടും അവർ പല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കരാറിലോട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും വെള്ളം കിട്ടുന്ന രീതിയിൽ വേണം പോവാനായിട്ട്. ഈ മദ്രാസ് ഫാമിനെല്ലാം അങ്ങനെയാണ് സംഭവിച്ചത്. അവർക്ക് വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് വലിയ അല്ലെങ്കിൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ആൾക്കാർ മരിച്ചുപോയത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വെള്ളം കിട്ടണം. അറ്റ് ദ സെയിം ടൈം ഈ അപകടത്തിൽ നിന്ന് കേരളത്തിനെയും രക്ഷിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ ഏതാണ്ട് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ഓർമ്മയിൽ വന്നിട്ട് വിട്ടുപോയ കാര്യങ്ങളുണ്ടോ? യെസ്, അപ്പൊ ഇതില് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്ക്യൂ ആൻഡ് റിക്കവറി എന്ന് പറയുന്നത് വീണ്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. കാരണം നമുക്കറിയാം വയനാട്ടില് നിരവധി ജീവൻ പൊലിഞ്ഞു, ഇനിയും കണ്ടെത്താൻ പലരും മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ ചന്ദ്രനിൽ പോകുന്നു അല്ലെങ്കിൽ ചൊവ്വയിൽ പോകാൻ ഒരുങ്ങുന്നു എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ തൊട്ട് മുമ്പിലുള്ള മണ്ണിനടിയിലുള്ള ഒരു ശരീരം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ മുഴച്ചു കേൾക്കാറുണ്ട്. ഞാൻ ആസ് ആൻ എഞ്ചിനീയർ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ചന്ദ്രനിൽ പോകാനുള്ള ടെക്നോളജി വികസിപ്പിച്ചെടുത്തപ്പോൾ നമ്മൾ മറന്നുപോയ ഒരു കാര്യമാണ് സ്വന്തം മണ്ണിനടിയിലുള്ള ഒരു ജീവന്റെ തുടിപ്പ് കണ്ടെത്താനുള്ള ഒരു ടെക്നിക്ക്. നമ്മൾ ഈവൻ ദോ പല മെത്തേഡുകൾ ഉണ്ടെങ്കിലും ഇത്തരം ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ പോലെയുള്ള മണ്ണിടിച്ചിൽ പോലെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് ഒരാളെ പൊക്കിയെടുക്കാനോ ലിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആള് ജീവനോട് ഇരിപ്പുണ്ടോ എന്നുള്ള ടെക്നോളജി കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അല്ലാതെ സാധാരണഗതിയിൽ ഒരു നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ മണ്ണിന്റെ അടിയിൽ ഒരു ഹൃദയമിടിപ്പ് പോലും കണ്ടെത്താനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതും ആലോചിക്കണം. പക്ഷെ ഇവിടെ മണ്ണിടിച്ചിൽ വരുമ്പോൾ വെള്ളം കംപ്ലീറ്റ്ലി ഈ പറയുന്ന സ്ലഗ്ഗിഷ് ആയിട്ട് മാറുകയും അല്ലെങ്കിൽ ചെളിയും മണ്ണും എല്ലാം കൂടി കുഴഞ്ഞു ഇരിക്കുന്ന ഒരു രീതിയിൽ വരുമ്പോൾ താഴെ ഈ പറയുന്ന ഒരു ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ വളരെ ലിമിറ്റഡ് ടെക്നോളജി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് പുഴയുടെ അടിയിലായി പോയാൽ പോലും നമ്മുടെ കയ്യിൽ ആ ടെക്നോളജി ഒക്കെ വളരെ വിരളമാണ്. അല്ലെങ്കിൽ പുറത്തുനിന്ന് പോലും ഈ ടെക്നോളജി കൊണ്ടുവന്ന് നമുക്ക് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും അവിടെയും ലിമിറ്റഡ് ആണ്. എസ്പെഷ്യലി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് രക്ഷിക്കാനുള്ള മെത്തേഡുകൾ കുറവാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഏറ്റവും മികച്ച വഴി എന്താ പറയുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനെ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ തടയും. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ ഡാം അതിന് കല്ല് പെറുക്കാനും അതിൽ കാര്യമില്ല. സോ ഒരു വാർണിംഗ് സിസ്റ്റം കൊണ്ടുവരണം തന്നെയാണ് പറയുന്നത്. ഒരു തീർച്ചയായിട്ടും പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്ക് വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. ഈ പറയുന്ന ഉരുൾപൊട്ടൽ വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഒരു ശക്തമായ പേമാരി വരുന്നതിന് മുമ്പ്, കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ്, ഭൂമി കുലുക്കം വരുന്നതിന് മുമ്പ് വരെ നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും കൃത്യമായിട്ട് ആൾക്കാരെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും പാനിക്കായിട്ട് നാല് വഴിക്ക് ഓടാതെ എങ്ങോട്ട് ഓടണം എന്ന് വരെയുള്ള കൃത്യമായിട്ടുള്ള, ഇപ്പൊ നമ്മൾ ഈ ബിൽഡിങ്ങിലൊക്കെ നമുക്ക് ഈ ഒരു ഫയർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ട്രെയിനിങ് തന്നു കാണും ഏത് വഴിയാണ് പോകേണ്ടത്, ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതും
പാനിക് ആവാൻ പാടില്ല എന്നും എല്ലാവരും കൂട്ടയോട്ടം നടത്താൻ പാടില്ല എന്നും ഏതാണ് ഫയർ എക്സിറ്റ് വഴി തീർച്ചയായിട്ടും താഴോട്ട് ഒരു കോമൺ പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലോട്ട് വന്നു ചേരണം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് പോലെ തന്നെയാണ് ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ സാധാരണക്കാർക്ക് വരെ ആ ട്രെയിനിങ് കൊടുക്കേണ്ട രീതിയിൽ വരെ പോകണം എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഒരു വളരെ ഹോളിസ്റ്റിക് ആയിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത്. ശാസ്ത്രം മാത്രം ഇവിടെ പറഞ്ഞിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. പ്രധാനമായിട്ടും ശാസ്ത്രം ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇന്നോ നാളെയോ പൊട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇത് ഇങ്ങനെ നിലനിർത്തണമെന്നല്ല എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ശാസ്ത്രം പറയുന്നത്. അതിന് ഒരു എൻഡ് പോയിൻ്റ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നീങ്ങാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സാധിക്കുന്നില്ല. അവർ ഈ പറയുന്ന ഒരു എക്സ്പയറി കഴിഞ്ഞിട്ടും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയെ പരമാവധി നീട്ടി വലിച്ചിങ്ങനെ കൊണ്ടുപോയി അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിന് മുന്നേ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടെങ്കിലും മേ ബി ഒരു നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു തീരുമാനമെടുത്ത് ഇത് ഡീകമ്മീഷൻ ചെയ്ത് അടുത്ത ഡാമോ അല്ലെങ്കിൽ ഈ തമിഴ്നാടിന് വെള്ളമൊക്കെ ഉറപ്പാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി അതിനൊരു പദ്ധതി തയ്യാറാക്കി ആ രീതിയിൽ നീങ്ങേണ്ട ഒരു ഘട്ടമാണ് നിലവിൽ ഇന്ന് ഉള്ളത് എന്നതാണ് ശാസ്ത്രം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ നമുക്ക് തരുന്നത് ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും ഓർക്കുക, ഇന്നോ നാളെ പൊട്ടും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ രാഷ്ട്രീയക്കാർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പൊതുജനം ഇതിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കണം ഇത് ഡീകമ്മീഷൻ ചെയ്യണം. അത് ചെയ്യാലോ അല്ലേ? അത് തന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിനോടൊപ്പം എനിക്ക് ചേർക്കാനുള്ളത് ഈ പുതിയൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിലെടുക്കുന്ന ടൈം സ്പാൻ എന്ന് പറയുന്ന കൂടുതലാണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഡക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ 10-15 വർഷം കൊണ്ടേ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് തീരുള്ളൂ എങ്കിൽ അത് വീണ്ടും അപകടം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു ആറ്റോമിക് പവർ പ്ലാന്റ് 5 വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡാം അതുപോലെ അല്ല, അത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫോഴ്സ് ചെയ്യുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ തമിഴ്നാടിൻ്റെ ആവശ്യം വെള്ളമാണ്. അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക. പവർ ആവശ്യത്തിനുള്ള ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. എന്നിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്ത് അത് മുന്നോട്ട് പോകുന്ന വഴിയിലേക്ക് ഇത് കൊണ്ടെത്താനുള്ള ആ ചിന്ത, അതൊരു പൊളിറ്റിക്കൽ വിൽ പവർ അത് വെച്ചുകൊണ്ട് ചെയ്ത് തുടങ്ങേണ്ട കാലഘട്ടത്തിലാണ് നിലവിൽ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് ആവശ്യപ്പെടാം എന്ന് തന്നെയാണ് നമ്മളും ഇവിടെ ചർച്ചയിൽ പറഞ്ഞു വെക്കുന്നത്. അത് ഇന്ന് പൊട്ടും നാളെ പൊട്ടും എന്നതിൻ്റെ പേരിലല്ല, ഇത് മതി ഇതിൻ്റെ സർവീസ് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് എന്നാണ് നമ്മുടെ ഇതിനകത്തുള്ളൊരു അഭിപ്രായം. അപ്പോൾ തകരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തകരും. ഇന്ന് തകരോ നാളെ തകരോ ഇല്ല. എന്നാൽ തകരില്ല എന്ന് പറഞ്ഞു കൊണ്ട് ഇവിടെ നിലനിർത്തണോ അതും വേണ്ട. ഇത് അവസാനിപ്പിക്കണം. കാരണം തകരും എന്ന് തന്നെയാണ്. അപ്പോൾ ആ തകരുന്നതിൻ്റെ തലേന്ന് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതിന് മുന്നേ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള പീരീഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുള്ള വഴികൾ ആലോചിക്കണം. അതിനു വേണ്ട ആ ഒരു വിൽ പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും തൻ്റെ ആ ഒരു വിലപ്പെട്ട സമയം നമുക്കിവിടെ ചെലവഴിച്ച് ഈ വിവരങ്ങൾ കൈമാറി തന്ന നമ്മുടെ സുഹൃത്തും ഈ ഒരു വിഷയത്തിൽ വലിയ തോതിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വന്നിട്ടുള്ള പൗലോസ് തോമസിന് വലിയൊരു നന്ദി ഞാൻ ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുകയാണ്. മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം. തീർച്ചയായിട്ടും നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ എനിക്കൊരു തം ലൈൻ പറയാനുള്ളത് കേൾക്കുന്നവരോടാണ്. നിങ്ങൾ ഇത് ടെൻഷൻ അടിച്ചുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്കിതിന് മുൻകരുതലായിട്ട് നമുക്ക് പ്രഷറൈസ് ചെയ്യണം എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടത് പ്രഷറൈസ് ചെയ്ത് ഇതിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് സമാധാനമായിട്ട് ഒരു ദിവസം ഉറങ്ങണം എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. യെസ്. അപ്പോൾ എന്തായാലും വളരെ നന്ദി പൗലോസ്. നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു. യെസ്, ഓക്കെ. അപ്പോൾ നമ്മളുടെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്തരം ചർച്ചകൾ നിരന്തരം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക, വിഷയങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക, ഭീതി വ്യാപാരം അതിനകത്ത് കുറച്ചും കൂടി ശ്വാസം വിടാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി. അതിൻ്റെ ഭാഗമാണ് ഈ ചർച്ചയും നമ്മളിവിടെ സംഘടിപ്പിച്ച്. നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെറുതെ ഇപ്പം നമ്മൾ കാണുന്നത് ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ പൊട്ടും നാളെ പൊട്ടും പൊട്ടോയിക്ക എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വിളിയും ചോദ്യവും, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ വളരെ പേടിച്ച്. എനിക്ക് ഓർമ്മയുണ്ട് നമ്മളുടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് മുതലുണ്ട് ഈ ഭയവും ഈ ഒരു വിഷയം. അന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനിയൻ
വലിയ തോതിൽ പാനിക് അറ്റാക്ക്, ആൾക്ക് ഉറക്കം കിട്ടില്ല, രാത്രിയാകുമ്പോൾ വലിയ പ്രശ്നം, പാനിക് അറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് രാത്രി വരുന്നു. എന്താ കാരണം? ആ കാലഘട്ടത്തിൽ വീണ്ടും ഇതേപോലെ മുതിർന്ന ആളുകളെല്ലാവരും തന്നെ പെരുമ്പാവൂർ ഭാഗത്താണ്, അവരെല്ലാവരും ഇതുപോലെ രാത്രി ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ള കാര്യമാണ്. ഇത് നിരന്തരം ഈ കുട്ടി കേൾക്കുകയാണ്. ഈ കുട്ടി കേട്ട് ഈ കുട്ടിക്ക് ഇത് വലിയൊരു ആദിയായി മാറുന്നു. കുട്ടിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, പാനിക് അറ്റാക്ക്, അവസാനം മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് സംബന്ധിച്ച് ചില ഷോർട്ട് ഫിലിംസൊക്കെ ഇവിടെ ഇറങ്ങിയത് അത് വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പേടിയില്ലാത്ത ആളുകൾക്ക് പേടി ഉണ്ടാക്കാനുള്ള വഴികളുണ്ട്. അതുകൂടാതെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് കൂടുതൽ പ്രശ്നമായി അവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ഈ വിഷയങ്ങളെ പേടിക്കണ്ട എന്ന് പറയേണ്ട ആളുകൾ അത് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്നു എന്ന് വരുന്നിടത്ത് അതൊരു ശരിയായ രീതിയല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. പേടിക്കേണ്ട ആവശ്യകത ഇവിടെ ഉണ്ട്. എന്നാൽ ഇതുപോലെ ഇറാഷണലായിട്ട് ഫിയർ അത് വേണം, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് അത് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാനുള്ള വഴികളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അത് ചെയ്യാനുള്ള സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ചർച്ചയിൽ ഉടനീളം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇതിങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗതിയാണ് നമ്മളുടെ നാട്ടിൽ ചർച്ചയാകേണ്ടത്. അതല്ല ഇവിടെ ആകുന്നത് മുഴുവൻ ഒരു വശത്ത് പേടിപ്പിക്കുന്നതും മറുവശത്ത് ഒന്നുമില്ല, ഇതിവിടെ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഇതിവിടെ നിലനിർത്തുന്നതിനെക്കുറിച്ചുള്ള പറച്ചിലുകൾ മാത്രമാണ്. ഡീകമ്മീഷൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ഒരു ആർഗ്യുമെൻ്റാണ് ഇവിടെ വെക്കുന്നത്. ആ ആർഗ്യുമെൻ്റാണ് ഈ പറയുന്നത്, ഇത് ഡീകമ്മീഷൻ ചെയ്യണം. അതിനുള്ള കാരണം ഇത് പ്രധാനമായിട്ട് ഇതിൻ്റെ ഏജ് തന്നെയാണ്. രണ്ട്, ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്ന ഇതുപോലെയുള്ള പെട്ടെന്നുള്ള മഴകൾ അത് താങ്ങാനുള്ള കഴിവ് അത് ഈ ഡാമിനുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അതിനുള്ള കഴിവ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അതിനുള്ള ഡാറ്റ പറഞ്ഞു വെക്കുന്നത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാട്ടർ ലെവലും വിഷയങ്ങളെല്ലാം അവിടെ ചർച്ചയാവുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ പൊട്ടോ ഇല്ലേ എന്നിങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു സാധനമല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ അത് സർവീസ് ചെയ്തു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. ഇനി അടുത്തതിനെക്കുറിച്ച് ആലോചിക്കാം. അതിലേറ്റവും പ്രധാനം തമിഴ്നാടിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യങ്ങളും കേരളത്തിൻ്റെ കറണ്ടുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളാകുമ്പോൾ അതിന് രണ്ടിനുമുള്ള ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുക, വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാധിച്ചെടുക്കാവുന്ന വഴികൾ അത് കണ്ടെത്തി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട രാഷ്ട്രീയ വിൽ പവർ അതിവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ മൂന്നാമത്തെ ഈ ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ചർച്ച അതാണ് നമുക്കിവിടെ ഇല്ലാതെ പോകുന്നത്. അത് ഒന്ന് തുടങ്ങി വെക്കുക അല്ലെങ്കിൽ ഒന്ന് തുടക്കമിടുക, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് സാധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചർച്ചകൾ കൊണ്ടുപോയാൽ, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന രാഷ്ട്രീയക്കാരുടെ അടുത്ത് ആ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചു വെക്കാൻ തയ്യാറായാൽ അത് കൂടുതൽ ഗുണമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ഇവിടെ പലപ്പോഴും പല ആളുകളും കമൻറ്റിൽ പറയുന്നത് ഇതിപ്പോൾ പൊട്ടും എന്ന് പറയുന്ന ആളുകളെ മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതുകൂടാതെ വേറെ കുറേ ആളുകൾ ഇതൊരിക്കലും പൊട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് രണ്ടും ശരിയല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. രണ്ടു കൂട്ടരും നിങ്ങൾ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ വരണം. നമ്മുടെ കയ്യിലുള്ള ഒരു മരുന്നായാൽ പോലും അതിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഒരു കാലഘട്ടമുണ്ട്, അത് കഴിഞ്ഞാൽ അതിന് മാറ്റി വെക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ 130 വർഷമായ ഈ സംഗതിയെ അത് നമ്മൾ ഇനിയെങ്കിലും മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും തന്നെയാണ് എൻ്റെ ബലമായ അഭിപ്രായം. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പൗലോസും നമുക്കിവിടെ ഡിസ്കഷനിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങൾ. അതിൽ പെട്ടെന്ന് തന്നെ നാളെ തന്നെ പൊട്ടുമെന്നുള്ള ആ ഭയം അത് അസ്ഥാനത്താണ് എന്നും നമുക്ക് പറഞ്ഞു തന്നു. എന്നാൽ ഈ പീരീഡ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ നീങ്ങാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇതിവിടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റ് വിഷയങ്ങൾ വേറെ പറയാനുണ്ട്. മുക്കാൽ മീഡിയയുടെ പ്രതികരണവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്. അതുകൂടാതെ വേറെ ഒരു വിഷയം ഇന്നലെ പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇന്നലെ പെട്ടെന്നൊരു അലർജി, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചുമ പിടികൂടിയിട്ട് ഒരു മരുന്നെടുത്ത് കഴിച്ചാണ് ഉറങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രധാനമായിട്ട് ചില ദുരന്തങ്ങൾ നമ്മളെ നിരീശ്വരവാദികളാക്കും എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് പറഞ്ഞു വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വയനാട് സംഭവിച്ചിട്ടുള്ള ദുരന്തത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾ സ്വർഗത്തിലെത്തി എന്നും അതുപോലെ അവരൊക്കെ സത്യവിശ്വാസികളായതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മതം പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം. അതുവരേക്കും എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. ബാക്കി നമുക്ക് നാളെ. അപ്പോൾ ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.